നമസ്കാരം. ജാതക കഥകളിലെ 78ാമത്തെ കഥ പ്ലാശുമരം കണ്ട രാജകുമാരന്മാർ. വാരണാസിയിലെ രാജാവാണ് ബ്രഹ്മദത്തൻ. അദ്ദേഹത്തിന് 4 ആൺമക്കളുണ്ട്. അവർക്കൊരാഗ്രഹം, പ്ലാശുമരം ഒന്ന് കാണണം. അവർ ആഗ്രഹം കൊട്ടാരത്തിലെ തേരാളിയോട് പറഞ്ഞു. അയാൾ അതത്ര കാര്യമായെടുത്തില്ല. പക്ഷേ രാജകുമാരന്മാർ പിന്നെയും നിർബന്ധിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം തേരാളി മൂത്ത രാജകുമാരനെ തേരിലേറ്റി വനത്തിലേക്ക് കൊണ്ടുപോയി. അത് മഞ്ഞുകാലമായിരുന്നു. ഇലയെല്ലാം കൊഴിഞ്ഞ് കൊമ്പുകൾ മാത്രമായി നിൽക്കുന്ന പ്ലാശുമരം കാണിച്ചു കൊടുത്തു. ജ്യേഷ്ഠനെ പ്ലാശുമരം കാണിച്ചു കൊടുത്തുവെന്നറിഞ്ഞപ്പോൾ 2ാമത്തെ രാജകുമാരന് നിർബന്ധം പിടിച്ചു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തേരാളി അയാളെയും കാട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും പ്ലാശിൻ്റെ കൊമ്പുകളിലെല്ലാം നല്ല പച്ച നിറത്തിലുള്ള ഇലകൾ നിറഞ്ഞിരുന്നു. പിന്നൊരിക്കൽ 3ാമത്തെ രാജകുമാരനെയും കൊണ്ടുപോയി. അപ്പോൾ മരം നിറയെ ചുവന്ന പൂക്കളായിരുന്നു. അവസാനം 4ാമനെയും കാട്ടിലേക്ക് കൊണ്ടുപോയി. പ്ലാശുമരം നിറയെ കായ്ച്ചു നിൽക്കുന്ന കാലത്തായിരുന്നു അത്. കുറെ കാലം കഴിഞ്ഞു. ഒരു ദിവസം രാജസദസ്സിൽ വെച്ച് ആരോ ചോദിച്ചു, പ്ലാശുമരം എങ്ങനെ ഇരിക്കുമെന്ന്. അത് കേട്ട മൂത്ത കുമാരൻ ചാടി വീണ് പറഞ്ഞു, അത് ഇലയില്ലാത്ത ഒരു വെറും തടി മാത്രമാണ്. 2ാമനും വിട്ടില്ല. അവൻ പറഞ്ഞു, അരയാൽ പോലെ ഇലകളുള്ള ഒരു മരമാണ്. 3ാമൻ്റെ അഭിപ്രായം ഇതായിരുന്നു, ഒരു വലിയ ഇറച്ചി കഷ്ണം പോലെ ചുവന്നു തുടുത്തതാണ്. 4ാമൻ്റെ അഭിപ്രായം മറ്റൊന്നായിരുന്നു, അത്തിമരം പോലെ നിറയെ കായ്കളുള്ളതാണ്. രാജകുമാരന്മാരുടെ ഉത്തരം കേട്ട രാജാവ് പറഞ്ഞു, കുട്ടികളെ, നിങ്ങളിനി ഇങ്ങനെയുള്ള വിഡ്ഢിത്തം പറയരുത്. ഓരോ കാലത്താണ് നിങ്ങൾ ഓരോരുത്തരും മരം കണ്ടത്. ഇല പൊഴിച്ചപ്പോഴും, ഇല നിറഞ്ഞപ്പോഴും, പൂത്തപ്പോഴും, കായ്ച്ചപ്പോഴും. ഓരോ കാലത്തും അതെങ്ങനെ മാറുമെന്ന് നിങ്ങൾ അന്വേഷിച്ചില്ല. അതാണ് കുഴപ്പം. എല്ലാ കാര്യത്തിൻ്റെയും എല്ലാ വശവും അറിഞ്ഞേ അഭിപ്രായം പറയാവൂ. അല്ലെങ്കിൽ വെറുതെ വിഡ്ഢികളാവൂ. നന്ദി.